അവസാനം എത്തി. നമ്മളങ്ങനെ മൈസൂർ ദസറയുടെ ഭാഗമായിട്ട് ഉള്ള ഡബിൾ ഡെക്കർ ബസ്സിൽ ടോപ്പിൽ നിന്ന് യാത്ര ചെയ്യുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. സംഭവം കണ്ട ഈ ഒരു കാഴ്ച നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇവിടെ തന്നെ എത്തിയത്. ഇന്ന് മുതലാണ് ഈ കാഴ്ചകൾ ഇവിടെ തുടങ്ങുന്നത്. ഒന്നുകൂടെ ഓഫ് ചെയ്തിട്ട് അടുക്കട്ടെ. അടിപൊളി കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടാ ശരിക്കും ഇവിടെ വന്ന് ഈ ഡബിൾ ഡെക്കർ ബസ് എടുക്കുന്നെങ്കിൽ അതിൻ്റെ ടോപ്പിൽ തന്നെ എടുക്കണം. ഇതാ കണ്ടോ ഈ ഒരു കാഴ്ചകളെന്ന് പറഞ്ഞുണ്ടല്ലോ, ഇതൊക്കെ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കിട്ടത്തുള്ളൂ. അടിപൊളി കാഴ്ചകളാണ് ഈ കാണുന്നത്. കണ്ട ഇവിടുത്തെ കാഴ്ചകളുണ്ട്. ഇത് ഒരു കുറച്ച് ഏരിയ ഒന്നുമല്ല, സംഭവം മൈസൂർ സിറ്റി കംപ്ലീറ്റ് ഇതുപോലെ ലൈറ്റിൽ പൊളിച്ച് നിൽക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. കണ്ടോ കംപ്ലീറ്റ് മൈസൂർ സിറ്റി കംപ്ലീറ്റ് ഇതുപോലെ ലൈറ്റിൽ കുളിച്ചിരിക്കുന്ന കാഴ്ചകളാണ്. അതൊരു 10 ദിവസത്തേക്കുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കണ്ടോ, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കി എങ്ങനെയുണ്ടെന്നുള്ളത്. അടിപൊളി കാഴ്ചകളാണ്. അതുപോലെ നിങ്ങൾ വരുന്നെങ്കിലും ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ ടോപ്പിൽ തന്നെ സീറ്റ് എടുക്കണം. ടോപ്പിൽ എടുത്താൽ മാത്രമേ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റത്തുള്ളൂ. അകത്തെടുത്തിട്ട് കാര്യമില്ല. എന്താ കംപ്ലീറ്റ് സിറ്റി കംപ്ലീറ്റ് ലൈറ്റിൽ കുളിച്ച് നിൽക്കുന്ന കാഴ്ചകളാണ്. കണ്ട മൈസൂർ സിറ്റിയുടെ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, 10 ദിവസം ഇവിടെ ഇതേപോലെയാണ്. കണ്ട ലൈറ്റിന്റെ കാഴ്ചകളൊക്കെ കണ്ട അടിപൊളി കാഴ്ചകളാണ്. ലൈറ്റുകൾ കംപ്ലീറ്റ് സിറ്റി കംപ്ലീറ്റ് ലൈറ്റിൽ കുളിച്ച് നിൽക്കുന്ന കാഴ്ചകളാണ്. കണ്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ വന്ന് കാണേണ്ട കാഴ്ചകളാണ്. കണ്ടോ മൈസൂരിന്റെ ദസറ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ. കണ്ടോ വേറെ ഒന്നുമല്ല, എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എന്തെങ്കിലും വരുന്നെങ്കിൽ ഈ വണ്ടിയുടെ ടോപ്പിൽ തന്നെ സീറ്റ് ബുക്ക് ചെയ്യാൻ നോക്കണം. അതൊക്കെ മാസങ്ങൾക്ക് മുമ്പേ തന്നെ ബുക്ക് ചെയ്താലേ കിട്ടത്തുള്ളൂ. നമ്മളിതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ്. ഇതെന്ന് പറയുന്ന കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ ഒരു കാഴ്ചകളെന്നുള്ള വ്യാപിച്ച് കിടക്കുന്നത്. കംപ്ലീറ്റ് ലൈറ്റിൽ മുങ്ങി കിടക്കുകയാണ് ഈ മൈസൂർ നഗരം എന്ന് പറയുന്നത്. ഇനി ഒരു 10 ദിവസത്തേക്ക് ലൈറ്റിൽ മുങ്ങി കിടക്കുകയാണ്. മൈസൂർ നഗരം കംപ്ലീറ്റ് ലൈറ്റിൽ കുളിച്ച് കിടക്കുന്ന കാഴ്ചകളാണ്. കണ്ടോ നല്ല അടിപൊളി കാഴ്ചകളാണ്. കിലോമീറ്ററോളം ദൂരത്തിലാണ് ഇത് വ്യാപിച്ചിടക്കുന്നത്. 1 മണിക്കൂറാണ് നമ്മളെ ഈ ഒരു ബസ്സിലെ ട്രാവലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് കാഴ്ചകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ട ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. കണ്ടോ ഇതൊക്കെ നോക്കിയേ, ലൈറ്റ് എന്നൊക്കെ പറഞ്ഞുണ്ടോ അടിപൊളി ലൈറ്റുകളാണ്. സിറ്റി മുഴുവനും ലൈറ്റ് കുളിച്ച് കിടക്കുകയാണ്. ശരിക്കും നമ്മളെയൊക്കെ നാട്ടിലെ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതിനപ്പുറമാണ് ഈ ഒരു കാഴ്ചകളെന്നൊക്കെ പറഞ്ഞാൽ. നമ്മൾ എത്രയും നാൾ മുമ്പ് പ്ലാൻ ചെയ്താണ് ഇങ്ങനെ ഒരു ദിവസം നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ സിറ്റി കംപ്ലീറ്റ് LED മയമായിട്ട് കിടക്കുകയാണ്. കണ്ടോ ഈ കാഴ്ചകൾ കണ്ടോ. ഇത് എന്നെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നേരിട്ട് വന്ന് ഈ ഒരു കാഴ്ചകളെല്ലാം ആസ്വദിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഈ ഇങ്ങനെ കാണുന്നതിനേക്കാൾ അപ്പുറമാണ് നമുക്ക് ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ അനുഭവം എന്ന് പറയുന്നത്. നല്ല അടിപൊളി കാഴ്ചകളാണ്. ഇതാ കണ്ടോ എല്ലാവരും നേരെ നോക്കിക്കോ, സിറ്റി കംപ്ലീറ്റ് കണ്ടോ ലൈറ്റ് കുളിച്ച് കിടക്കുകയാണ്. लास्ट टाइम हम लोग आए थे ना
ഈ ഒരു കാഴ്ച അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡബിൾ ഡെക്കർ ബസ്സിന്റെ ടോപ്പിൽ സീറ്റ് കിട്ടിയാൽ മാത്രമേ ഈ കാഴ്ചകൾ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ഒരാളുടെ സീറ്റിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. നമ്മൾ താഴെ എടുത്തിട്ട് കാര്യമില്ല, താഴെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അനുഭവം കിട്ടത്തില്ല. കണ്ടോ, ഇത് കംപ്ലീറ്റ് നമുക്ക് എല്ലാ സൈഡും കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും ഈ ടോപ്പിൽ എടുത്തു കഴിഞ്ഞാൽ. അതിൽ വേറെ ലാഭമൊന്നും നോക്കരുത്. കണ്ടോ, അടിപൊളിയായിട്ട് നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. ഇവിടെ മൈസൂർ കംപ്ലീറ്റ് എല്ലാ ഏരിയയിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ലൈറ്റുമായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. എല്ലാവരും കണ്ണടച്ച് കണ്ടോളുക. മൈസൂർ ദസറയിലെ കാഴ്ചകളാണ്. എന്താ, സിറ്റി മുഴുവൻ ലൈറ്റ് കുളിച്ച് കിടക്കുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കിലോമീറ്ററോളം ദൂരത്തിലാണ് കിടക്കുന്നത്. 1 മണിക്കൂറാണ് നമ്മൾ ഈ ഒരു ബസ്സിൻ്റെ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ബസ് പോകുന്ന റൂട്ട് മാത്രമല്ല, കംപ്ലീറ്റ്, അതായത് ഓരോ ഏരിയകളും ഇതുപോലെ ലൈറ്റ് കുളിച്ച് കിടക്കുന്നതാണ്. കണ്ടോ, സിറ്റി കംപ്ലീറ്റ് കണ്ടോ, അടിപൊളി കാഴ്ചകളാണ്. സിറ്റി മൊത്തം കണ്ട LED ലൈറ്റ് കുളിച്ചിരിക്കുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട, നമ്മൾ ഓരോ സ്ഥലത്തുമ്പോഴും ഓരോ രീതിയിലുള്ള കാഴ്ചകളാണ്. ശരിക്കും ഒരു സ്ഥലത്ത് നിന്ന് പോലെ നമുക്ക് ഈ ഒരു ക്യാമറ മാറ്റാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെയാണ്. കിലോമീറ്ററോളം ദൂരത്തിലാണ് ഇങ്ങനെ ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ഉണ്ടോ, ഇതൊക്കെ കണ്ടോ, നല്ല അടിപൊളി കാഴ്ചകളാണ്. ദസറയുടെ മൊത്തം വീഡിയോ ആണ് നിങ്ങൾക്ക് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇവിടുത്തെ ഈ കണ്ടോ, എത്രയെങ്കിലും കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ ഒരു രീതിയിൽ ഇവരിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇങ്ങനെ ഇത്രയും ഒരു ചിലവാക്കി ഇത് ചെയ്യുന്ന പറഞ്ഞാൽ അത്രയും ടൂറിസ്റ്റുകളാണ് ഈ ഒരു സമയത്ത് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കത് ഒരു രീതിയിലുള്ള നഷ്ടമോ കാര്യങ്ങളോ ഒന്നുമല്ല. അത്രയും വരുമാനം ഈ സമയത്ത് മൈസൂരിൽ ഉണ്ടാകുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഇത്രയും കറണ്ട് ചാർജും കാര്യങ്ങളൊക്കെ പോകത്തില്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നും അല്ല. എന്തുമാത്രം വിദേശികളാണെന്നറിയാമോ ഈ സമയത്ത് ഇവിടെ വരുന്നത്. കണ്ടോ, ഇവിടുത്തെ ലൈറ്റും വണ്ടിയുടെ ലൈറ്റും എല്ലാം കൂടെ ആയപ്പം മൈസൂർ നഗരം എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. കംപ്ലീറ്റ് ലൈറ്റ് കുളിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. മൈസൂർ സിറ്റി കംപ്ലീറ്റ് ലൈറ്റിലാണ് ഇപ്പം. ഇനി ഒരു 10 ദിവസം നടന്ന ഈ ഒരു കാഴ്ചകളാണ് നിങ്ങൾ കാണാനുള്ളത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഈ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ടോപ്പ് സൈഡ് ബുക്ക് ചെയ്യുക. എന്നിട്ട് വന്ന് ഈ കാഴ്ചകളൊക്കെ അനുഭവിക്കുക. കണ്ട, എല്ലാവരോടും, അതായത് മൈസൂരിലേക്ക് വരുന്ന സകല റോഡുകളും ഇതുപോലെ ലൈറ്റ് കുളിച്ചാണ് നടക്കുന്നത്. നമ്മൾ ഈ പോകുന്ന വഴി മാത്രമല്ല, മൈസൂർ സിറ്റി കംപ്ലീറ്റ്
ഇതുപോലെ ലൈറ്റ് കുളിച്ച് കിടക്കുകയാണ്. അല്ല, ഇതാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പോകുന്ന സ്ഥലം മാത്രമല്ല ഉള്ളത്, എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ ലൈറ്റ് കുളിച്ചാണ് കിടക്കുന്നത്. ഇത് ശരിക്കും എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമുക്കതിനെ വർണ്ണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഒരു ക്യാമറ കണ്ണിൽ കൂടെ കാണുന്നതൊക്കെയല്ല നേരിട്ട് കാണുമ്പോൾ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കിലോമീറ്ററോളം ഇങ്ങനെ ലൈറ്റ് കുളിച്ച് കിടക്കുന്ന ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് ഇതാകണ്ട. ഇതെല്ലാം മൈസൂർ സിറ്റി കംപ്ലീറ്റ് ലൈറ്റിൽ കുളിച്ച് കിടക്കുകയാണ്. നമുക്കൊന്നും പറയാനില്ല ഇതിനെക്കുറിച്ച്. കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടില്ലെങ്കിൽ ശരിക്കും ഇതൊക്കെ ഒരു നഷ്ടമാണ്, തീരാ നഷ്ടമാണ്. അത്രേ പറയാനുള്ളൂ. ഇത് എത്രയെങ്കിലും കിലോമീറ്ററാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇവർ അലങ്കരിച്ചേക്കുന്നത്. വേണ്ട, ഒന്ന് ആലോചിച്ചൊക്കെ, സിറ്റി കംപ്ലീറ്റ് എത്രയെങ്കിലും കിലോമീറ്ററുകളാണ് ഈ രീതിയിൽ അലങ്കരിച്ച് വെച്ചേക്കുന്നത്. എത്രയെങ്കിലും ദൂരം, കിലോമീറ്ററോളം മൈസൂർ സിറ്റി കംപ്ലീറ്റ് എല്ലാ വഴികളിലും ഇതാണ് അവസ്ഥ. ഇതിപ്പോൾ നമ്മൾ ബസ് പോകുന്ന വഴി മാത്രമേ ഈ ഒരു രീതി കാണുന്നുള്ളൂ. പക്ഷെ അതൊന്നുമല്ല, എല്ലാ വഴികളും, ചെറിയ വഴിയും വലിയ വഴിയും എല്ലാം ഇതുപോലെ അലങ്കരിച്ചൊക്കെയാണ്. കണ്ടോ കണ്ടോ, എന്ത് അടിപൊളിയാണെന്ന് നോക്കി. കംപ്ലീറ്റ് ലൈറ്റ് കുളിച്ച് കിടക്കുകയാണ്. വണ്ടികളുടെ ലൈറ്റും അല്ലാത്ത ലൈറ്റും എല്ലാം കൂടെ ആയപ്പം ഒന്നും പറയാനില്ല, സൂപ്പർ തന്നെ. ആളുകളൊക്കെ അവിടെ നിന്ന് ടാറ്റ കാണിക്കുന്നുണ്ട്. ബസ് പോകുമ്പോഴേ ടാറ്റ കാണിക്കുന്നതൊക്കെയാണ് കാണുന്നത്. ശരിക്കും നമ്മൾ ഈ ഡബിൾ ഡെക്കർ ആകുമ്പോഴേ നല്ല രീതിയിൽ ഇതെല്ലാം കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അടിപൊളി കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദസറയുടെ തിരക്കിൽ വാഹനങ്ങൾ കംപ്ലീറ്റ് റോഡ് ബ്ലോക്കാണ്. കഴിച്ച വാഹനങ്ങളും ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയൊക്കെയാണ്. ഉണ്ടോ, ഒരുപാട് പേര് ഉണ്ടോ വാഹനങ്ങളിൽ. ഉണ്ടോ, ടോപ്പിൽ കൊച്ചുങ്ങളൊക്കെ ഉണ്ടോ നിൽക്കുന്നുണ്ടോ. സൺറൂഫൊക്കെ തുറന്ന് അവരും കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ മൈസൂരിലെ ദസറ ആഘോഷിക്കുകയാണ്. കണ്ടോ, അടിപൊളിയായിട്ട്. റോഡ് ഫുള്ള് ബ്ലോക്കാണ്. ഫുള്ള് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ ലൈറ്റ് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്ലോക്കാണ്, അല്ലാതെ വേറെ ഇല്ല. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുകയില്ല, വണ്ടികൾ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയാൻ, ഒന്നും പറയാനില്ല. ഇതൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ട് ആസ്വദിച്ചാൽ മാത്രം മതി. അടിപൊളി കാഴ്ചകളാണ്. ടൗണിലെത്തിയൊക്കെയാണ്. ടൗൺ സെന്ററിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അടിപൊളി കാഴ്ചകളാണ്. കണ്ടോ, സിറ്റി കംപ്ലീറ്റ് ലൈറ്റ് കുളിച്ച് കിടക്കുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും ഒന്നും പറഞ്ഞില്ല. കംപ്ലീറ്റ് എന്താ പറയുന്നത് ഇതിനൊക്കെ. എത്രയെങ്കിലും, അതായത് കിലോമീറ്ററോളം ദൂരത്തിലാണ് ഇങ്ങനെ ലൈറ്റ് കുളിച്ച് കിടക്കുന്നത്. കണ്ടോ,
സിറ്റിയിലെ കാഴ്ചയാണ് ഇത്. രാത്രി 11 മണി വരെയാണ് ഈ ഒരു കാഴ്ച ഉള്ളത്. 7 മണിയാകുമ്പോൾ ലൈറ്റുകൾ ഓണാക്കും. 7 മണിക്ക് ഓണായി കഴിഞ്ഞാൽ രാത്രി 11 മണി വരെ ഇതുപോലെയാണ് മൈസൂരിൻ്റെ ഒരു 10 ദിവസത്തേക്ക് ഇതുപോലെയാണ് മൈസൂരിലെ കാഴ്ചകളെന്ന് പറയുന്നത്. ഉണ്ടോ? അടിപൊളി കാഴ്ചകളാണ്. കണ്ട സിറ്റി സെന്ററിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട. എല്ലാ ജംഗ്ഷനും ഇതുപോലെ ലൈറ്റ് കൊളിച്ച് കിടക്കുകയാണ്. കണ്ട കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. കണ്ട അടിപൊളി കാഴ്ചകൾ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഈ ലൈറ്റ് കൊളിച്ച് കിടക്കുമ്പോൾ അത്രയും സഞ്ചാരികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ ദസറ 2025. ഈ കാഴ്ചകളൊന്നും ഞാൻ ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ കണ്ടാൽ മാത്രം മതി. ഫുള്ള് ലൈറ്റ് കൊളിച്ച് കിടക്കുകയാണ്. ഓരോ വഴികളും ഓരോ രീതിയിലാണ് അവർ അലങ്കരിച്ചേക്കുന്നത്. നമ്മൾ നേരത്തെ വന്ന രീതിയിൽ അലങ്കരിച്ച കണക്കല്ല ഈ ഒരു വഴി അലങ്കരിച്ചേക്കുന്നത്. ഇത് കണ്ട, ഇത് നമ്മുടെ കൂടെയുള്ള വേറൊരു ബസ്സാണ്. അത് ഇതേപോലത്തെ ഒരു ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ട നിങ്ങൾക്ക് അഥവാ ഇവിടെ വരാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, മറ്റുള്ളവരുടെ എത്തിക്കാൻ ശ്രമിക്കുക. എപ്പോഴും കണ്ട ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. ഇത് നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഈ ഒരു കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. ഇത് കണ്ട, ഇത് വേറൊരു വഴിയാണ്. മൈസൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വേറൊരു വഴിയാണ്. അതും ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടോ അലങ്കരിച്ചേക്കുന്നുണ്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് മൈസൂർ നഗരം കംപ്ലീറ്റ് ഇതുപോലെ ലൈറ്റിൽ അലങ്കരിച്ചേക്കാണ്. കണ്ടോ, ഓരോ സ്ഥലങ്ങളും ഓരോ രീതിയിലാണ് അലങ്കരിച്ചേക്കുന്നത്. കണ്ടോ, ഇത് ഫുള്ള് വേറെ ഉണ്ടോ ഒരു മോസ്കിന്റെ രീതിയിലാണ് ഇത് ഫുള്ള് അലങ്കരിച്ചേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കണ്ടോ, അത് വേറെ രീതിയിലാണ് അത് അലങ്കരിച്ചേക്കുന്നത്. നമ്മൾ സഞ്ചരിക്കുന്ന അതുപോലത്തെ ഒരു ബസ്സാണ് പുറകെ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതേപോലത്തെ ഒരു ബസ്സിൽ, സെയിം ബസ്സിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ ഡബിൾ ഡെക്കർ ബസ്സിലാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ആ ഒരു ബസ്സിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ബസ്സിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇതുപോലത്തെ 3 ബസ്സാണ് ഒരേ സമയം അവിടെ നിന്ന് പുറപ്പെടുന്നത്. ഇത് കർണാടക ഗവൺമെൻറ് അണ്ടറിലുള്ള ബസ്സാണിത്. കണ്ടോ, ഇതിൻ്റെ ടോപ്പിൽ നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ കാഴ്ചകളെല്ലാം ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ, കണ്ടോ, ഇതുപോലെ ടോപ്പിൽ നിന്നാൽ മാത്രമേ നമുക്ക് എല്ലാ കാഴ്ചകളും ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇതേ സെയിം ബസ്സിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കൂടെ ഒരു ആംബുലൻസ് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു തിരക്കിനിടയിൽ കൂടെ പോകുന്നതിനും വലിയ ബുദ്ധിമുട്ടാണ്. സിറ്റി കംപ്ലീറ്റ് ഇതുപോലെ ലൈറ്റ് ആയത് കാരണം അത് കാണാനായിട്ടുള്ള ആളുകൾ വാഹനങ്ങളുമായിട്ട് ഇറങ്ങിയൊക്കെയാണ്.
കണ്ടോ, ഇതാണ് സിറ്റിയിലെ ഫുള്ള് കാഴ്ച. എല്ലായിടവും ബ്ലോക്കാണ്. ഒരു സൈഡ് കംപ്ലീറ്റ് റോഡ് ബ്ലോക്കായി കിടക്കുകയാണ്. അവിടെ നിന്ന് ആംബുലൻസ് ഒക്കെ പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വർഷം വരുമ്പോൾ ആംബുലൻസിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഇതേപോലത്തെ ബസ്സിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ സൈറ്റ് സീയിങ്ങിനായിട്ടേക്കുന്ന ബസ്സാണ്. അതിന് താഴെയുണ്ട് മുകളിലും ഉണ്ട്. താഴെയാണെന്നുണ്ടെങ്കിൽ 250 രൂപ. പക്ഷെ താഴെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. മുകളിലത്തെ സീറ്റിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ എല്ലാ കാഴ്ചകളും ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. താഴെയാകുമ്പോൾ നമുക്ക് ഒരു സൈഡിലെ കാഴ്ചകൾ മാത്രമേ പറ്റത്തുള്ളൂ. താഴെ 250 രൂപ ഒരു ചാർജ് ചെയ്യുന്നത്, മുകളിലാണെങ്കിൽ 500 രൂപ. അതാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം മുകളിൽ തന്നെ സീറ്റ് എടുക്കാൻ നോക്കുക. നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരാൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇനിയിപ്പം ഇന്ന് മുതൽ 10 ദിവസത്തേക്കുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത വർഷമേ ഉണ്ടാവുള്ളൂ. ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വരുന്നെങ്കിൽ ആ രീതിയിൽ ബുക്ക് ചെയ്യുക. ഉണ്ടോ, എല്ലാ ടൗണുകളിലും ഇതുപോലെയൊക്കെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് വണ്ടി അവിടെ തിരിച്ച് ഒതുക്കി നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ റൂമിലേക്ക് പോകണം. ഇതൊക്കെയാണ് ഇവിടുത്തെ മൈസൂർ ദസറയുടെ കാഴ്ചകളെന്ന് പറയുന്നത്. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.